ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപദർശന യോഗത്തിലെ 42 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 43-ാമത്തെ ശ്ലോകം നോക്കാം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ നത്വൽ സമോസ്ത്യഭ്യധികകുതോന്യോ ലോകത്രയേപ്യപ്രതിമപ്രഭാവാ. അപ്രതിമപ്രഭാവ, അതുല്യമായ പ്രഭാവത്തോടു കൂടിയവനെ. ചരാചരസ്യ ലോകസ്യ, ഈ ചരാചരങ്ങളുടേതായ ഈ ലോകത്തിൻ്റെ. പിതാ അസി, പിതാവാകുന്നു അങ്ങ്. അസ്യ, ഈ ലോകത്തിൻ്റെ. പൂജ്യ, പൂജ്യനും. ഗരീയാൻ, മഹാനുമായ. ഗുരുശ്ച, ഗുരുവുമാണ്. ത്വം, അങ്ങ്. ത്വൽ സമഃ ന അസ്തി, അങ്ങേക്കു സമനായി ആരും തന്നെയില്ല. ലോകത്രയേ അപി, 3 ലോകങ്ങളിലും. അഭ്യധിക അന്യഃ, അങ്ങയെ കവിഞ്ഞ മറ്റൊരാൾ. കുതഃ, പിന്നെ എങ്ങനെ ഉണ്ടാകും? അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നത് തുടരുകയാണ്. അതുല്യമായ പ്രഭാവത്തോടു കൂടിയവനേ, ചരാചരങ്ങളുടേതായ ഈ ലോകത്തിൻ്റെ പിതാവാകുന്നു അങ്ങ്. ഈ ലോകത്തിൻ്റെ പൂജ്യനും മഹാനുമായ ഗുരുവുമാകുന്നു അങ്ങ്. അങ്ങേക്ക് തുല്യനായി മറ്റാരുമില്ല. ഈ 3 ലോകങ്ങളിലും അങ്ങയെ കവിഞ്ഞ മറ്റൊരാൾ പിന്നെ എങ്ങനെ ഉണ്ടാകും? ഭഗവാനെ സ്തുതിച്ചത് അർജുനന് അങ്ങോട്ട് മതിയായിട്ടില്ല. വീണ്ടും വീണ്ടും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് അർജുനൻ. ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവാകുന്നു അങ്ങ്. അതിൻ്റെ ആരാധ്യനായ പരമോന്നത ഗുരുവും അങ്ങാകുന്നു. അങ്ങേക്ക് സമനായി ഈ പ്രപഞ്ചത്തിൽ മറ്റാരുമില്ല. 3 ലോകങ്ങളിലും അങ്ങയേക്കാൾ ശ്രേഷ്ഠനായി മറ്റാരാണുള്ളത്? ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ അർജുനൻ സ്തുതിക്കുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടാവെന്ന നിലയിൽ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും പിതാവാണ് ഭഗവാൻ. ബ്രഹ്മദേവന് ആദ്യമായി വേദം ഉപദേശിച്ചതും ഭഗവാനാണ്. അതായത് ആദ്യമായി ജ്ഞാനം പകർന്നു നൽകുന്നതും ഭഗവാനാണ്. അതിനാൽ തന്നെ ആദിമ ഗുരുവാകുന്നു ഭഗവാൻ. അവിടുത്തെ മഹത്വത്തിന് അതിരില്ല. അവിടുത്തേക്ക് യജമാനനായി ആരുമില്ല. ബാക്കിയുള്ളവരെല്ലാം ഭഗവാന്റെ ആശ്രിതർ മാത്രമാകുന്നു. ഏത് ദേവതകളായിക്കൊള്ളട്ടെ, മനുഷ്യരായിക്കൊള്ളട്ടെ, അസുരഗണങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം അദ്ദേഹത്തിൻ്റെ ആശ്രിതർ മാത്രമാകുന്നു. കാരണങ്ങൾക്കെല്ലാം കാരണമായ സാക്ഷാൽ പരബ്രഹ്മമാണ് തൻ്റെ മുന്നിൽ വിശ്വരൂപിയായി നിൽക്കുന്നത് എന്ന് അർജുനന് പൂർണ്ണ ബോധ്യമായി. അത് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ അർജുനൻ ചെയ്യുന്നത്. അവിടെ നിൽക്കുന്നില്ല. അർജുനൻ്റെ ആ സ്തുതികൾ വീണ്ടും തുടരുകയാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.